വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗമായ മീനോളം എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ 3ാമത്തെ പാഠഭാഗമാണ്. നിങ്ങളുടെ ക്രിസ്മസിൻ്റെ സെക്കൻഡ് ടൈം എക്സാമിന് ഈ ഒരു പാഠഭാഗം വരെയാണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. കൂട്ടായ്മയുടെ കലയാണ് നാടകം. സാമൂഹികാവസ്ഥകളോട് സംവദിച്ചും കലഹിച്ചുമാണ് നാടകത്തിൻ്റെ വളർച്ച. കേരളത്തിൽ കുട്ടികളുടെ നാടകവേദി സജീവമാണ്. കടലാഴങ്ങളിൽ നിന്ന് പുതുവാനങ്ങൾ തേടുന്ന കഥാപാത്രങ്ങൾ. നമുക്കറിയാം, നാടകം എന്ന് പറയുന്നത് എന്താണ്, പണ്ടുകാലം മുതൽക്കേ ഉള്ളതാണ്. വളരെയധികം നമ്മുടെ സമൂഹത്തിലെ സമകാലിക ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ടും നമ്മൾ പ്രതിപാദിച്ചിരുന്നത് ഇത്തരത്തിലുള്ള നാടകങ്ങളിലൂടെയാണ്. പിന്നീടാണ് സിനിമകളും മറ്റുമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ സാമൂഹികാവസ്ഥകളോട് ഏറ്റവും കൂടുതൽ സംവദിച്ചിട്ടുള്ളത് എന്താണ്, നാടകം തന്നെയാണ്. അങ്ങനെ തന്നെയായിരുന്നു നാടകത്തിൻ്റെ വളർച്ചയും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇന്ന് കലോത്സവ വേദികളിലൊക്കെ കുട്ടികളുടെ നാടകം എന്ന് പറയുന്നത് വളരെ സജീവമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് കടലാഴങ്ങളിൽ നിന്നുള്ള ഒരു നാടകത്തിൻ്റെ കുറച്ച് സംഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. മീനോളം. ഓക്കെ, മീനോളം എന്ന് പറഞ്ഞാൽ മീൻ അല്ലേ, മീനിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ മീനുകളുടെ ഇടയിലുള്ള ഒരു ചെറിയ നാടകമാണ് ഇവിടെ. 1ാം രംഗം കടലാണ്, ആഴക്കടൽ. അവിടെ ഒരുപാട് കടൽ ജീവികൾ. അവർക്കിടയിൽ 2 കഥാപാത്രങ്ങളാണ്, ഒരു കുഞ്ഞുമീനും അതിൻ്റെ അമ്മയും. കുഞ്ഞുമീൻ ആലോചിക്കുകയാണ്. അമ്മമീൻ ആലോചനയിലാണ്ട കുഞ്ഞുമീനിനെ ശ്രദ്ധിച്ചു നോക്കുന്നു. കുഞ്ഞുമീൻ: അമ്മേ. അമ്മ: എന്താ കുഞ്ഞേ? കുഞ്ഞ്: അമ്മേ, എനിക്ക് കുറേ നാളായി ഒരു സംശയം. അമ്മ: കുറേ നാളുകളോ? അതിനു നീ മുട്ടേന്ന് വിരിഞ്ഞിട്ട് തന്നെ കുറച്ച് നാളുകളല്ലേ ആയുള്ളൂ. കുഞ്ഞ്: അമ്മയുടെ കാലമായിരിക്കില്ല എൻ്റെ കാലം. ഞാൻ എൻ്റെ കാണും കടൽ പുറ്റും ഒന്ന് വലം വെച്ച് നീന്തി വരുമ്പോഴേക്കും അമ്മ 10ലേറെ തവണ നീന്തി കഴിഞ്ഞിട്ടുണ്ടാകും. അമ്മ: അല്ലെങ്കിലും നീ അങ്ങനാ. നീ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെ പോലെ അല്ല. കുഞ്ഞ്: അതോ അമ്മയുടെ മറ്റുള്ള കുഞ്ഞുങ്ങൾ എന്നെപ്പോലെ അല്ല എന്നാണോ? അമ്മ: വേണ്ട, നിന്റെ കുസൃതി ചോദ്യം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. കുഞ്ഞ്: അപ്പം എങ്ങനെ അമ്മയോട് എൻ്റെ സംശയം ചോദിക്കുക? ഞാൻ ചോദ്യം ചോദിച്ച് അതിനുള്ള ഉത്തരം കേട്ട് സംശയം മാറി വിശ്വാസം വന്നാലല്ലേ ചോദ്യത്തിൻ്റെ വിശുദ്ധത മനസ്സിലാകൂ. എന്നെ വിശ്വസിപ്പിച്ചാൽ ചോദ്യം നല്ലത്, അല്ലെങ്കിൽ ചോദ്യം മലിനം, കുസൃതി, തോന്നിയാസം. അമ്മ: അല്ല, നീ എൻ്റെ ഇത്തിരി തലച്ചോറ് പുണ്ണ് ആക്കുകയാണോ കുഞ്ഞ്: അല്ല, എൻ്റെ തലയിലെ പുണ്ണ് മാറ്റാൻ നോക്കുക. അമ്മ: എന്തെങ്കിലും ആയിക്കോട്ടെ, നിന്റെ സംശയമാണ് ഇപ്പോഴത്തെ പ്രശ്നം. കുഞ്ഞ്: അതിൽ ഒരു സംശയമില്ല. അമ്മ: എന്താ നിന്റെ പ്രശ്നം? കുഞ്ഞ്: എന്താണമ്മേ കടൽ? അമ്മ: കടൽ എന്താണോ? കുഞ്ഞ്: അതേ. അമ്മ: മുട്ടയിട്ടത് കടലിൽ, വിരിഞ്ഞത് കടലിൽ, നീന്തുന്നത് കടലിൽ. എന്നിട്ടും നീ ചോദിക്കുക എന്താണ് കടലെന്ന്? കഷ്ടം. കുഞ്ഞ്: ആർക്കാണമ്മേ കഷ്ടം? പറഞ്ഞുതാ, എന്താണ് ഈ കടൽ? അമ്മ: കുഞ്ഞേ, ഇതായി കാണുന്നത് തന്നെയാണ് കടൽ. കുഞ്ഞ്: അപ്പം കാണാത്തതൊന്നും കടലല്ലേ? അമ്മ: നീ എന്നെ ഈ കടലിലെ വെള്ളം മുഴുവനും കുടിപ്പിച്ച് അടങ്ങുമല്ലേ കുഞ്ഞ്: പറഞ്ഞുതാമ്മേ, എന്താണ് ഈ കടൽ? അമ്മ: നിനക്കുത്തരം പറയാൻ എനിക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. നാളെ പറഞ്ഞു തരാം. കുഞ്ഞ്: നാളെ? അമ്മേ, ഇന്നത്തെ കടലായിരിക്കുമോ നാളെ? അമ്മ: അയ്യോ, നീ ഒന്നും മിണ്ടാതിരിക്കുവോ? കുഞ്ഞിൻ്റെ ചോദ്യത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ അവിടെ നിന്ന് മറ്റൊരു ദിശയിലേക്ക് നീന്തി. അവിടെ കണ്ട മീനുകളോടെല്ലാം രഹസ്യമായി കുഞ്ഞുമീനിൻ്റെ സംശയങ്ങൾ ചോദിച്ചു. കുശുകുശുക്കലും പിറുപിറുക്കലും. സ്ഥാനത്തും അസ്ഥാനത്തും അമ്മ മീനിൻ്റെ മുഖത്ത് ആശ്ചര്യഭാവങ്ങൾ, നിരാശ, സങ്കടം, ഉദ്വേഗം, ഭീതി. അങ്ങനെ ഒടുവിൽ തളർന്നു നീന്തി കുഞ്ഞിൻ്റെ പക്കലെത്തി. കുഞ്ഞ്: ഉത്തരം കിട്ടിയോ അതോ ഉത്തരം മുട്ടിയോ? അമ്മ: നിന്റെ സംശയം പലരുമായി പങ്കിട്ടു. കുഞ്ഞെ, നിന്റെ സംശയം ന്യായമാണെന്ന് അയൽക്കൂട്ടം. ഇത്തരം സംശയങ്ങളെല്ലാം സംശയമെന്നേ അന്യായമെന്ന് ആവോലിക്കൂട്ടം. നിനക്ക് ഭ്രാന്താണെന്ന് കോരയും ഏട്ടയും. ഉത്തരം തേടിപ്പോയവർ പണ്ടും ഉണ്ടായിരുന്നുവെന്ന് നെത്തോലിക്കൂട്ടം. അവരാരും തിരിച്ചു വന്നില്ലെന്ന് മുള്ളൻ സ്രാവും. തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന് തിരണ്ടി സംഘം. അവർക്ക് മിണ്ടാട്ടമില്ലെന്ന് നെമ്മീനും ചെമ്മീനും. മീനുകളെമ്പാടും ഉണ്ടേ ഈ കടലിലും. ഈ കടലിൽ എത്തും പുഴയിലും കായലിലും. കേട്ടറിവുള്ള കുളത്തിലും കിണറ്റിലും തടാകത്തിലും തോറ്റിലും ഉണ്ടത്രേ തരാതരം മീനുകൾ. കുഞ്ഞ്: അതും ഇതും പറഞ്ഞമ്മ വിഷയം മാറ്റല്ലേ. കടൽ എന്താന്ന് പറഞ്ഞുതാ എൻ്റെ അമ്മേ. അമ്മക്കറിവ് ഒട്ടുമില്ലെന്നറിയാം. കണ്ടമാനം കാണാത്ത മാനങ്ങളുണ്ടെന്നറിയാം. ഇതെല്ലാം കടലാണെന്നും നമ്മൾ കടലിലാണെന്നും നമുക്കുള്ളിൽ കടലാണെന്നും അറിയാം. ഇപ്പറഞ്ഞത് നിനക്കിനിയും ബോധിച്ചില്ലെങ്കിൽ നീ തന്നെ പോണം. ഉത്തരമില്ല കടലിന് ഉത്തരം തേടി. കുഞ്ഞ്: അമ്മക്കും ഒപ്പരം വരുമോ? അമ്മ:
അമ്മയ്ക്ക് ഈ ഇടം വിട്ട് നിന്റെ ഒപ്പരം വരാനാവില്ല. മക്കൾ വേറെയുമില്ലേ എനിക്ക്, അവരെ എല്ലാം കാക്കണ്ടേ? ഓരോ വഴിക്കാക്കട്ടെ കുഞ്ഞെ, നീ ഒറ്റയ്ക്ക് പോയിട്ട് വാ. ഉത്തരം തേടിയിട്ടൊടുവിൽ നീ തേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വെക്കും, നേടാതെ വന്നാലും ഉമ്മ വെക്കും. ഉത്തരമിനി മണ്ടത്തരമാണെങ്കിലും അമ്മയുടെ മണ്ടയിൽ കയറാത്തരമാണെങ്കിലും കുഞ്ഞെ, നിന്നെ ചൊല്ലി പൊരുത്തഭിമാനമുണ്ട് അമ്മയ്ക്ക്. ചോദ്യമില്ലെങ്കിൽ ആദിമന്ത്യത്തിലൊതുങ്ങില്ലേ വർത്തമാനം? ഭാവിയിലും കടൽ ഇതൊക്കെ ഉറപ്പാണെങ്കിൽ ഒടുങ്ങില്ലേ ഈ കടലും കടലിനുള്ളിലെ സകലതും? ഇക്ഷണം നേരറിയാൻ നേരമായി, വെറും വർത്തമാനം നിർത്താനും നേരമായി. പോയി വരൂ അമ്മയുടെ പുന്നാരെ. തളരാതെ ഒഴുക്കിനെതിരെ നീന്തി വരൂ കുഞ്ഞ്. നീന്തി കടന്നുപോയി. അമ്മ വിരഹവേദനയാലോ തിരേകത്താലോ കണ്ണീര് വാർത്തത് കടലിലായതിനാൽ നമ്മൾ കണ്ടില്ല മീൻകുഞ്ഞും. ഇനി രണ്ടാം രംഗം. ആദ്യ രംഗം തന്നെ പോയി. തിരിച്ചു വന്ന മീൻ വലുതായിരിക്കുന്നു. അമ്മ മീനിന് വയസ്സായി. പ്രായാധിക്യം കൊണ്ട് ശരീരം ശോഷിച്ചിരിക്കുന്നു. അമ്മ: ആരാ? കുഞ്ഞ്: ഞാനാ. അമ്മ: കുഞ്ഞേ, ഉത്തരം കണ്ടോ നീ? കുഞ്ഞ്: ആദ്യം കടലായ കടലൊക്കെ നീന്തി അറ്റം കാണാതെ വലഞ്ഞു തളർന്നു പോയപ്പോൾ കടലിനടിയിൽ എത്തി. തറക്കു കുറുകെ നീന്തിയപ്പോൾ തുടങ്ങിയിടത്തു തന്നെ എത്തി. അവിടെയും എത്തില്ലെന്നും എത്താനില്ലെന്നും തോന്നി. പിന്നെ നെടുങ്ങനെ നീന്തി. അപ്പോൾ ഉത്തരം മുട്ടുമെന്ന് തോന്നിയ നേരം മുറിച്ചു വെളിയിലെത്തി. അമ്മ: കടലിനു വെളിയിലോ? കുഞ്ഞ്: അതെ. കടലിനു അപ്പുറത്ത്? കുഞ്ഞ്: അതെ. അമ്മ: എന്നിട്ട് എന്തു കണ്ടു? കുഞ്ഞ്: മാനം കണ്ടു. അമ്മ: മാനം? കുഞ്ഞ്: അതെ. അമ്മ: കണ്ട മാനം? കുഞ്ഞ്: അതെ, കടൽ മൊത്തം മൂടുന്ന മാനം, നമ്മളാരും ഇന്നേ വരെ കാണാത്ത മാനം. മറ്റൊരു പഞ്ഞിക്കടൽ പാറിപ്പറക്കണ മാനം, താരകമീനുകളുള്ള മാനം. പക്ഷേ അമ്മേ, ഇത്തിരി നേരമേ അവിടെ കഴിയാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടി. ഉള്ള നേരം കൊണ്ട് ചില നേരിടുത്തിരിഞ്ഞു. ഉള്ളതിന് ആഴമെന്ന പോൽ പരപ്പുണ്ടെന്നറിഞ്ഞു. കടലുൾക്കൊള്ളാൻ കടപ്പുറമുണ്ടെന്നറിഞ്ഞു. എന്നിട്ടും ഞാനറിഞ്ഞ കടലിനും മാറ്റമേതുമില്ല. ഇതറിഞ്ഞ എന്നിട്ടും മാറ്റമേതുമില്ല. എന്നാലും അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അമ്മേ. കുഞ്ഞിന് കടലിനു പുറത്ത് അനുഭവപ്പെട്ട ശ്വാസം മുട്ടൽ കടലിനടിയിൽ തന്നെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. അമ്മയുടെ ശരീരം മേലോട്ട് പൊന്തിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു: അമ്മ: ഇന്നേരം കുഞ്ഞെ, നിന്നമ്മ നീ അറിഞ്ഞ നേരിൽ കാണുന്നു. ഇന്നേ വരെ ഞാനായ കള്ളം മെല്ലെ മെല്ലെ ഇല്ലാതെയാകുന്നു. ചാവാൻ നേരം ഞാനടക്കമുള്ളതെല്ലാം നേരായിത്തീരുന്നു. കുഞ്ഞുമീൻ മേലോട്ട് പൊന്തുന്ന ചത്ത അമ്മ മീനിൻ്റെ ഗതകാലമോർത്ത് വർത്തമാനത്തിൻ്റെ തൻ്റെ ഭാവി കാണുമ്പോൾ മീനോളം കളി നിർത്താം. മീനോളം, ജയപ്രകാശ് കുള്ളൂർ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഒരു നാടകമാണല്ലേ. ഇതിലൂടെ എന്താണ്? ഒരു കുഞ്ഞു മീൻ, ആ കുഞ്ഞു മീനിൻ്റെ ഉള്ളിലെ പല സംശയങ്ങളാണ്. നമുക്ക് അറിവ് വളരെ എങ്ങനെയാണ്? നമ്മൾ സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ്. നമുക്ക് അറിവുണ്ടായിരിക്കും, പക്ഷേ ആ അറിവിനപ്പുറം നമുക്ക് ഒരുപാട് സംശയങ്ങളും ഉണ്ടായിരിക്കും. ആ സംശയങ്ങൾ എപ്പോഴാണോ നമ്മൾ സാധൂകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെപ്പോഴാണോ ഉത്തരം കണ്ടെത്തുന്നത്, അപ്പോഴാണ് നമ്മുടെ ഉള്ള അറിവിനെ നമുക്ക് ദൃഢമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെ കുഞ്ഞുമീനിന് ഒരുപാട് സംശയങ്ങളാണ്. ആ സംശയങ്ങൾക്കൊന്നും അമ്മയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. അവസാനം അമ്മ പറയാണ് കുഞ്ഞുമീനിനോട് തന്നെ അതിനുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറയാൻ. അങ്ങനെ കുഞ്ഞുമീൻ ആ ഉത്തരം കണ്ടെത്താൻ വേണ്ടി പോവുകയും കരയിലേക്ക് എത്തുകയും കരയിൽ മാനങ്ങളും എല്ലാതും കാണുകയും, പക്ഷെ അവിടെ കുഞ്ഞുമീനിന് ശ്വാസം മുട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുഞ്ഞുമീൻ വീണ്ടും തിരിച്ച് കടലിലേക്ക് തന്നെ വരികയും ആ കാര്യങ്ങളൊക്കെ അമ്മയെ ധരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അമ്മ ചാവാനായിട്ടുണ്ടാവും. അമ്മ ചത്തു പൊങ്ങി വീണ്ടും മേലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കറിയാം, മീനുകളൊക്കെ ചത്തു കഴിഞ്ഞാൽ മേലേക്ക് പോവുകയാണല്ലേ, വെള്ളത്തിൻ്റെ മേലെയായിട്ട് നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ആ ഒരു സന്ദർഭമാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് നാടകരൂപത്തിൽ. നല്ല ഒരു നാടകമാണല്ലേ. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് വായിക്കാം കണ്ടെത്താം എന്ന പ്രവർത്തനമാണ്. കടൽ എന്താണെന്നതിന് അമ്മ പറയുന്ന മറുപടി എന്താണ് അമ്മ പറയുന്നത്? മുട്ടയിട്ടത് കടലിൽ, വിരിഞ്ഞത് കടലിൽ, നീന്തുന്നത് കടലിൽ, എന്നിട്ടും നീ ചോദിക്കുക എന്താണ് കടലെന്ന്, കഷ്ടം എന്നാണ് അമ്മ പറഞ്ഞത് അല്ലേ. ഈ ഒരു ഡയലോഗായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി താൻ കണ്ട മാനത്തെക്കുറിച്ച് കുഞ്ഞുമീൻ അമ്മയോട് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? കടൽ മൊത്തം മൂടുന്ന മാനം, നമ്മളാരും ഇന്നേ വരെ കാണാത്ത മാനം, മറ്റൊരു പഞ്ഞിക്കടൽ പാറിപ്പറക്കണ മാനം, മിന്നും താരക മീനുകളുള്ള മാനം. ഇതാണ് കുഞ്ഞുമീൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവിടെ പഞ്ഞിക്കടൽ എന്നൊക്കെ പറഞ്ഞതാണ് മേഘങ്ങൾ അല്ലേ, നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ മേഘങ്ങളാണ്. അതാണ് അവിടെ പഞ്ഞിക്കടൽ പാറിപ്പറക്കണ മാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി അടുത്തത് ചർച്ച ചെയ്യാം, ഉത്തരം എഴുതാം. ഉത്തരം തേടിയിട്ടൊടുവിൽ നീ നേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വെക്കും, നേടാതെ വന്നാലും ഉമ്മ വെക്കും. ഉത്തരം തേടി യാത്രയാവുന്ന കുഞ്ഞുമീനിനോട് അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. ഈ വാക്കുകൾ കുഞ്ഞുമീനിന് എപ്രകാരമാണ് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഈ വരികളിലൂടെ അമ്മ കുട്ടിക്ക് കൊടുക്കുന്ന ധൈര്യവും ആത്മവിശ്വാസവും കാണാം. ഉത്തരം കിട്ടി വന്നാലും കിട്ടാതെ വന്നാലും അമ്മയുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും ഒരു കുറവും വരില്ല എന്ന് കുഞ്ഞുമീനിന് അമ്മ ഉറപ്പു നൽകുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ കുട്ടികളിൽ ആകുലതകളും ആശങ്കകളും കുറക്കാനും ആത്മവിശ്വാസം കൂട്ടാനും സഹായിക്കും, അല്ലേ? എന്താണ് അപ്പോൾ ആ കുഞ്ഞുമീനിന് യാതൊരു പേടിയില്ല, എങ്ങനെ വന്നാലും എൻ്റെ അമ്മ എന്നെ സ്വീകരിക്കുമെന്ന് അറിയാം. ഇനി അടുത്തത് അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാം. അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അമ്മേ. മാറുന്ന ലോകത്തിൽ കുഞ്ഞുമീനിൻ്റെ ഈ അഭിപ്രായത്തിനുള്ള പ്രസക്തി എന്ത്? നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക. എന്താണ്? നമുക്കറിയാം, ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളും തുടർന്നു വരുന്ന ശൈലികളും ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റേണ്ടി വരും. അറിവുകളും നമ്മൾ ആർജിച്ചെടുത്ത കാര്യങ്ങളും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറും. ഏതൊരു സാഹചര്യത്തോടും മനോധൈര്യത്തോടെ നേരിടാനുള്ള കരുത്താണ് നമുക്ക് വേണ്ടത്. അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അമ്മേ എന്ന കുഞ്ഞുമീനിൻ്റെ അഭിപ്രായം ഇന്ന് വളരെയധികം പ്രസക്തിയുള്ളതാണ്. അപ്പം എന്താണ്? ഇന്ന് കാലം മാറുകയാണല്ലേ. നമ്മൾ പഠിച്ചു വെച്ച അല്ലെങ്കിൽ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ കോലം കെട്ടണം എന്ന് പറയും. ആ ഒരു ഇത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഇനി അടുത്തത് വിശകലന കുറിപ്പാണ്. ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞുമീനിൻ്റെ ചോദ്യത്തിന് വിവിധ കൂട്ടത്തിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരുന്നു. എന്താവാം അതിനു കാരണം? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എന്താണ്? ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞുമീനിൻ്റെ ചോദ്യത്തിന് അമ്മയ്ക്ക് വിവിധ തരത്തിലുള്ള ഉത്തരങ്ങളാണ് കിട്ടിയത്. ആർക്കും ശരിയായ ഉത്തരം പറയാൻ കഴിയാത്ത ഒരു ചോദ്യമാണിത്. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഭൗതിക മാറ്റങ്ങൾ മാത്രമല്ല നടക്കുന്നത്, ഇത്തരത്തിൽ പ്രകൃതിയിലെ ഓരോ മൺതരിയിലേക്കും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പല മാറ്റങ്ങളും നല്ലതാണെങ്കിലും പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ വലിയ ഒരു ഭവിഷ്യത്ത് തന്നെയാണ്, ഭവിഷ്യത്തിന് തന്നെ കാരണമാകുന്നതാണ്. കാടും മലകളും പുഴകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കടലിലും മാറ്റങ്ങൾ കാണാൻ കഴിയും. പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന് അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. ഓരോ ജീവജാലങ്ങളുടെയും സന്തോഷവും നിലനിൽപ്പും മാണ് പ്രകൃതി. അതിൽ മനുഷ്യൻ്റെ അനാവശ്യ കൈകടത്തലുകൾ ആ ജീവികളിൽ ആകുലതകളും അങ്കലാപ്പുകളും ഉണ്ടാക്കുന്നു. അതാണ് ഈ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അടുത്തത് കഥാപാത്ര നിരൂപണമാണ്. ഈ നാടകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? സവിശേഷതകൾ വിശദീകരിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് ആരാണ്? എനിക്കിഷ്ടപ്പെട്ടത് കുഞ്ഞുമീനിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഈ നാടകത്തിലെ കുഞ്ഞുമീനിനെയാണ് എനിക്കിഷ്ടമായത്. കാരണം അറിയാത്ത കാര്യങ്ങളെ അന്വേഷിച്ചു കണ്ടെത്തുന്ന ആ സ്വഭാവത്തെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഓരോ കാര്യങ്ങളും അറിയാനും അതിൽ കാണിക്കുന്ന ജിജ്ഞാസയും എടുത്തു പറയേണ്ടതാണ്. അമ്മയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനാണ് കുഞ്ഞുമീൻ ശ്രമിക്കുന്നത്. അമ്മയോടുള്ള സ്നേഹവും കരുതലും പലപ്പോഴും നാടകത്തിൽ പ്രകടമാകുന്നുണ്ട്. ഇന്ന് ലോകം ഒരുപാട് വളർന്നിരിക്കുകയാണ്. എങ്കിലും അറിയാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് തന്നെയാണ് അറിവുകൾ വളരാനും ഊട്ടിയുറപ്പിക്കാനും കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുമീനിനെയാണ് ഇഷ്ടമായതെങ്കിൽ ഇങ്ങനെ എഴുതാം. അല്ല, അമ്മയാണ് ഇഷ്ടമായതെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾക്ക് വ്യക്തമാക്കാം. ഇനി അടുത്തത് പദങ്ങൾ ചേർക്കാം, പിരിക്കാം. ഉത്തരം തേടിപ്പോയവർ പണ്ടും ഉണ്ടായിരുന്നുവെന്ന് നെത്തോലിക്കൂട്ടം. അവരാരും തിരിച്ചു വന്നില്ലെന്ന് മുള്ളനും സ്രാവും. തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന് തിരണ്ടി സംഘം. അവർക്ക് മിണ്ടാട്ടമില്ലെന്നും നെന്മീനും ചെന്മീനും. ഈ വാക്യങ്ങളിലെ അടിവരയിട്ട ചില പദങ്ങൾ മാറ്റി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇവിടെ എന്താണ്? തേടിപ്പോയവർ, ഉണ്ടായിരുന്നുവെന്ന് നെത്തോലിക്കൂട്ടം, അതുപോലെ തിരിച്ചു വന്നില്ലെന്ന്, കണ്ടവരുണ്ടെന്ന്, മിണ്ടാട്ടമില്ലെന്ന്, ഇതൊക്കെയാണ് അടിവരയിട്ടിട്ടുള്ളത്. ഉത്തരം തേടിപ്പോയവർ പണ്ടും ഉണ്ടായിരുന്നു എന്ന് നെത്തോലിക്കൂട്ടം. അവിടെ എന്താണ്? തേടിപ്പോയവർ എന്നുള്ളത് തേടിപ്പോയവർ എന്നുള്ള രണ്ടായിട്ട് എഴുതിയിരിക്കുകയാണ് അല്ലേ. അതുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നു എന്നായിട്ട് മാറി. നെത്തോലിക്കൂട്ടം എന്നുള്ള ഒറ്റ വാക്ക് നെത്തോലിക്കൂട്ടം രണ്ടാക്കിയിട്ട് എഴുതി. അതുപോലെ അവരാരും തിരിച്ചു വന്നില്ല എന്ന് മുള്ളനും സ്രാവും. തിരിച്ചു വന്നവരെ കണ്ടവർ ഉണ്ട് എന്ന് തിരണ്ടി സംഘം. അവർക്ക് മിണ്ടാട്ടം ഇല്ല എന്ന് നെന്മീനും ചെന്മീനും. അപ്പോൾ മിണ്ടാട്ടം ഇല്ല എന്നുള്ളത് ആ ഒറ്റ വാക്ക് നമ്മൾ രണ്ടാക്കിയിട്ട് എഴുതിയിരിക്കുകയാണ് അല്ലേ. മിണ്ടാട്ടം ഇല്ല എന്നുള്ളത് രണ്ട് വാക്കായിട്ട് കൂടിച്ചേരാതെ എഴുതിയിരിക്കുകയാണ്. പദങ്ങൾ പിരിച്ചെഴുതുമ്പോഴും ചേർത്തെഴുതുമ്പോഴും വാക്യങ്ങളിൽ എന്തു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ചർച്ച ചെയ്യുക. പാഠഭാഗത്ത് നിന്ന് ഇതുപോലെ കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പിരിച്ചെഴുതുക.
അപ്പോൾ എന്താണ് ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ളത്? പദങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് പദങ്ങളും ചിഹ്നങ്ങളുമായി മാറുന്നു. അക്ഷരങ്ങളിൽ കട്ടി കൂടുകയും ചിഹ്നങ്ങൾ ചേരുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ, ഒരുപാട് പദങ്ങളുണ്ട്, നമുക്ക് കുറച്ച് നോക്കാം. ഉള്ളതിൽ ആഴം എന്ന പോൽ, അതെന്താണ്? ഉള്ളതിൽ ആഴം എന്ന പോൽ എന്നാണ്. ഇനി ഞാൻ അറിഞ്ഞ കടലിനും മാറ്റം അത് ഏതുമില്ല, അതേതാണ്? ഞാൻ അറിഞ്ഞ കടലിനും മാറ്റം അത് ഏതും ഇല്ല എന്നുള്ളതായിട്ടാണ് വരിക പിരിച്ചെഴുതുമ്പോൾ. ചേർത്തെഴുതുമ്പോൾ. ഇനി അടുത്ത് ചേർത്തെഴുതുന്നത് ഉത്തരം മുട്ടുമെന്ന് തോന്നിയ നേരം. അതെങ്ങനെയാണ് പിരിച്ചെഴുതുക? ഉത്തരം മുട്ടും എന്ന് തോന്നിയ നേരം എന്നായിട്ട് പിരിച്ചെഴുതാം. ഇനി മുറിച്ചു വെളിയിലെത്തി, അതിനെങ്ങനെ പിരിച്ചെഴുതാം? മുറിച്ചു വെളിയിൽ എത്തി എന്ന് പിരിച്ചെഴുതാം. അപ്പം ഇങ്ങനെ ഒരുപാടുണ്ട് പാഠഭാഗത്ത്, കൂട്ടുകാർ കൂടുതൽ നോക്കിയിട്ട് എഴുതാം. ഇനി അടുത്തത് സചിത്ര നിഘണ്ടു. കേരളത്തിലെ ചില പ്രമുഖ കലാരൂപങ്ങൾ പരിചയപ്പെടാം. ഇവിടെ തന്നിട്ടുള്ളത് കക്കാരിശ്ശി നാടകം. കേരളത്തിൽ വളരെ പ്രചാരമുള്ള നാടോടി കലാരൂപമാണ് കക്കാരിശ്ശി നാടകം. കക്കാലനും കക്കാത്തിമാരുമാണ് മുഖ്യ കഥാപാത്രങ്ങൾ. സാമൂഹിക പ്രശ്നങ്ങളെ പ്രതിഫലിക്കുകയാണ് ലക്ഷ്യം. ആക്ഷേപഹാസ്യങ്ങളും ഫലിതവും ഉൾക്കൊള്ളുന്ന കലാരൂപമാണിത്. ഇനി അടുത്ത ചവിട്ടുനാടകമാണ്. ആദ്യവസാനം സംഗീതാത്മകമായ നൃത്തനാടകമാണ് ചവിട്ടുനാടകം. അഭിനേതാക്കൾ ഭാവം ഉൾക്കൊണ്ട് പാടി അഭിനയിക്കുന്നു. കലാപരമായി വളരെ മേന്മയുള്ളവയാണ് ചവിട്ടുനാടകത്തിലെ വേഷങ്ങൾ. അടുത്തത് ഒപ്പനയാണ്. മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ഒപ്പന. കല്യാണം, മൈലാഞ്ചിയിടൽ തുടങ്ങിയ വിശേഷാവസരങ്ങളിലാണ് ഒപ്പന അവതരിപ്പിക്കുന്നത്. കല്യാണ നാളിൽ മണവാട്ടിയെ അണിയിച്ചൊരുക്കി തോഴിമാരും ബന്ധുക്കളായ മറ്റു സ്ത്രീകളും ചേർന്ന് കല്യാണപ്പന്തലിലേക്ക് ആനയിക്കുന്നു. ഇവിടെ ഒരു പീഠത്തിൽ മണവാട്ടിയെ ഇരുത്തുന്നു. തോഴിമാർ പാട്ടുപാടി കൈകൊട്ടി കളിക്കുന്നു. ഇതുപോലെ കൂടുതൽ കലാരൂപങ്ങളെക്കുറിച്ച് ലഘുവിവരണം ഉൾപ്പെടുത്തി ഒരു സചിത്ര നിഘണ്ടു തയ്യാറാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കലാരൂപങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ വായിക്കാം. ആദ്യം കഥകളിയെക്കുറിച്ച് നോക്കാം. കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി. കലകളുടെ രാജാവ് എന്നും അറിയപ്പെടുന്നു. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ് പ്രധാന വേഷങ്ങൾ. അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു കലാരൂപമാണ് കഥകളി. അടുത്തതായിട്ട് തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് അതിനു ചുറ്റും ചുവട് വെക്കുന്നു. കേരളീയ വേഷം ധരിച്ച സ്ത്രീകൾ തലയിൽ ദശപുഷ്പം ചൂടി കൈകൊട്ടി പാട്ടുപാടിയാണ് തിരുവാതിര കളിക്കുന്നത്. അടുത്തത് കോൽക്കളിയാണ്. വട്ടത്തിൽ നിന്ന് ഒരുമിച്ച് പാടിയും താളത്തിൽ ചുവട് വെച്ചും കൈകളിലെ കോലുകൾ തമ്മിൽ അടിച്ചും കളിക്കുന്ന കലാരൂപമാണ് കോൽക്കളി. പ്രധാനമായും പുരുഷന്മാരാണ് കോൽക്കളിയിൽ പങ്കെടുക്കാറുള്ളതെങ്കിലും സ്ത്രീകളും പെൺകുട്ടികളും ഇതിൽ പങ്കുചേരാറുണ്ട്. ഇതിനെ കോലാട്ടം എന്നും പറയുന്നു. അടുത്തത് മാർഗംകളിയാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള വിനോദകലയാണ് മാർഗംകളി. വിശുദ്ധ തോമാസ് ലീഹയുടെ ചരിത്രമാണ് മാർഗംകളിപ്പാട്ടിലുള്ളത്. നിലവിളക്ക് കൊളുത്തിവെച്ച് അതിനു ചുറ്റും 12 സ്ത്രീകളോ പുരുഷന്മാരോ പരമ്പരാഗതമായ ക്രൈസ്തവ വേഷത്തിൽ പാട്ടുപാടി ചുവട് വെച്ച് നടത്തുന്ന കളിയാണിത്. പുരുഷന്മാരുടെ കളിയിൽ ആയോധന മുറകളും ഉണ്ടാകും. അടുത്തത് കൂടിയാട്ടമാണ്. കേരളത്തിൻ്റെ പരമ്പരാഗത നാടകാഭിനയ രൂപമാണ് കൂടിയാട്ടം. ചാക്യാർ പുരുഷവേഷവും നാങ്യാർ സ്ത്രീവേഷവും കെട്ടുന്നു. നാട്യം, നൃത്തം, സംഗീതം എന്നിവയുടെ സമ്മേളനമാണ് ഈ കലാരൂപം. അരങ്ങത്ത് നിലവിളക്കും തിരശ്ശീലയും ഉണ്ടാവും. ഒന്നിലധികം നടന്മാർ രംഗത്ത് വരുന്നതുകൊണ്ടായിരിക്കാം ഇതിന് കൂടിയാട്ടം എന്ന പേര് ലഭിച്ചത്. അടുത്തത് പടയണിയാണ്. മധ്യ തിരുവിതാംകൂറിൽ നിലവിലുള്ള പ്രാചീന കലാരൂപമാണ് പടയണി. ഇതിലെ ആദ്യ ചടങ്ങ് കച്ചക്കെട്ടാണ്. മെയ് വഴക്കം ശ്രദ്ധിച്ചവരും പാരമ്പര്യ വഴിക്ക് അഭ്യാസം സിദ്ധിച്ചവരുമാണ് പടയണിയിൽ ഏർപ്പെടാറുള്ളത്. ചില പടയണികൾക്ക് പ്രത്യേക വ്രതാനുഷ്ഠങ്ങളുണ്ട്. തപ്പ് ആണ് പ്രധാന വാദ്യോപകരണം. പടയണികളിൽ ആളുകളെ രസിപ്പിക്കുന്ന നിരവധി രംഗങ്ങളുമുണ്ട്. പടയണിക്ക് വിളവെടുപ്പുമായി ബന്ധമുണ്ടെന്ന് പറയാം. അടുത്തത് ദഫ്മുട്ടാണ്. ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ നിലവിലുള്ള കലാരൂപമാണ് ദഫ്മുട്ട്. 10ഓളം പുരുഷന്മാർ വട്ടത്തിൽ നിന്ന് പരമ്പരാഗത മുസ്ലിം വേഷത്തിൽ ദഫിൻ്റെ താളത്തിനൊത്ത് ചുവടുവെക്കും. അറബി ബൈത്തുകളോ അറബി മലയാള സാഹിത്യത്തിലെ ഗാനങ്ങളോ പാടിയാണ് ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത്. അടുത്തത് തെയ്യമാണ്. കേരളത്തിൻ്റെ തനതു കലാരൂപമാണ് തെയ്യം. വടക്കൻ കേരളത്തിലെ കാവുകളിൽ ദേവപ്രീതിക്കായി തെയ്യം അനുഷ്ഠിക്കുന്നത്. തെയ്യം കെട്ടിയാടുന്നതിനെ തെയ്യക്കോലം എന്നാണ് പറയുന്നത്. തെയ്യത്തിന് ഉപയോഗിക്കുന്ന പാട്ടിനെ തോറ്റം പാട്ട് എന്ന് പറയുന്നു. പ്രത്യേക രീതിയിലുള്ള ഉടുത്തുകെട്ട്, പലതരം മാലകൾ, കാലിൽ ചിലമ്പ്, ശരീരത്തിലും മുഖത്തും അരിമാവും മഷിയും ചാന്തും ഉപയോഗിച്ചുള്ള കോലെഴുത്ത് എന്നിവ തെയ്യകോലങ്ങളെ ആകർഷകമാക്കുന്നു. അടുത്തത് കുമ്മാട്ടിയാണ്. ശരീരം മുഴുവൻ
പർപ്പടകപ്പുല്ല് അഥവാ കുമ്മാട്ടിപ്പുല്ല് കെട്ടിവെച്ച് മുഖാവരണം അണിഞ്ഞ് കുട്ടികളും യുവാക്കളും താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന ചവിട്ടുന്ന കളിയാണ് കുമ്മാട്ടിക്കളി. കാതിൽ വഴുതനങ്ങ തൂക്കി കൊമ്മാട്ടിക്കോലും പിടിച്ച് ഹാസ്യ കഥാപാത്രമായി ഒരു കിഴവിയും കളിക്കാരെ അനുഗമിക്കുന്നു. കുമ്മാട്ടിപ്പാട്ടും പാടി ഓണത്തപ്പനെ സ്വീകരിക്കാനുള്ള ആഘോഷമായാണ് ഈ കളി നടത്തുന്നത്. അടുത്തത് മോഹിനിയാട്ടമാണ്. കേരളത്തിൽ പുരാതന കാലം മുതൽ നിലനിന്നു പോരുന്ന തനതു ലാസ്യ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. നവരസങ്ങളിലെ ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിൽ കൂടുതലായി ആവിഷ്കരിക്കപ്പെടുന്നത്. സ്വാതി തിരുനാൾ രചിച്ച പദങ്ങളും വർണ്ണങ്ങളും തില്ലാനകളുമാണ് ഇന്നും മോഹിനിയാട്ട വേദിയിൽ കൂടുതലായും അവതരിപ്പിക്കപ്പെടുന്നത്. അടുത്തത് ചാക്യാർ കൂത്താണ്. മിഴാവ് കെട്ടിയാണ് കൂത്ത് ആരംഭിക്കുന്നത്. ചാക്യാർ രംഗത്ത് വന്ന് രംഗവന്ദനം കഴിഞ്ഞാൽ ചാരി എന്നു പേരുള്ള നൃത്തം തുടങ്ങും. പിന്നീട് ഗദ്യപദ്യങ്ങൾ ചൊല്ലി അർത്ഥം പറയും. സദസ്സിലുള്ള ഏതൊരു ആളെയും പരിഹാസ കഥാപാത്രമായി അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ചാക്യാർക്കുണ്ട്. അരിച്ചാന്ത്, കുങ്കുമം, കരി എന്നിവ മുഖത്തണിയും. വസ്ത്രം ഞൊറിഞ്ഞെടുത്ത് ഒരു കാതിൽ കുണ്ടലവും മറ്റേ കാതിൽ വെറ്റില, തെച്ചിപ്പൂവ് എന്നിവയും ധരിക്കും. കയ്യിൽ കടകവും ഉണ്ടാവും. തലയിൽ ചുവപ്പ് തുണി, കുടുമ, പീലിപ്പട്ടം, വാസുകീയം എന്നീ അലങ്കാരങ്ങൾ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കലാരൂപങ്ങളും അവയെക്കുറിച്ചിട്ടുള്ള ചെറിയ ഒരു വിവരണവുമാണ് നോക്കിയത്. അപ്പോൾ കൂട്ടുകാരെ ഇതിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഗൂഗിളിൽ നോക്കുക. എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സചിത്ര നിഘണ്ടു തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് അരങ്ങിൽ തിളങ്ങാം എന്നതാണ്. മീനോളം നാടക ക്ലാസ്സിൽ അവതരിപ്പിക്കുക. തുടർന്ന് ആവശ്യമായ അരങ്ങു സാമഗ്രികൾ ഒരുക്കി കൂടുതൽ തയ്യാറെടുപ്പോടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പരിപാടിയിൽ അവതരിപ്പിക്കുക. അവിടെ സംഘ ചർച്ച, അഭിനേതാക്കളെ കണ്ടെത്തൽ, നാടക പരിശീലനം, പിന്നണി പശ്ചാത്തല സംഗീതം ഒരുക്കൽ, നാടകാവതരണം ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി നോട്ടീസ്, പോസ്റ്റർ എന്നിവ തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു നോട്ടീസ്, പോസ്റ്റർ എന്നൊക്കെ തയ്യാറാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു തരാം. ഒരു നോട്ടീസാണ് ആദ്യം നോക്കുന്നത്. AMLP നന്മമല സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നാടകാവതരണം ഡിസംബർ 3, 2024 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട സ്കൂൾ പ്രധാന അധ്യാപകൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാടകാവതരണം നടത്തുന്നു. എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് വിദ്യാരംഗം കൺവീനർ. ഓക്കെ, ഇനി പോസ്റ്ററാണ്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്താണ് ഹെഡിങ് കൊടുക്കുക, മീനോളം നാടകാവതരണം എന്ന് കൊടുക്കുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചിത്രം വരച്ചു കൊടുക്കുക. എന്നിട്ട് AMUP സ്കൂൾ നന്മമുക്ക് എന്ന് താഴെ എഴുതുക. പിന്നെ തീയതി എന്താണ് 3/12/2024, സമയം രാവിലെ 10 മണി, ഉദ്ഘാടനം പ്രധാന അധ്യാപകൻ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ് പോസ്റ്റർ നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്തത് ചുമർ പത്രിക, ഡിജിറ്റൽ മാഗസിൻ. കേരളത്തിലെ നാടൻ ദൃശ്യകലകൾ, ചിത്രകല എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു ചുമർ പത്രിക തയ്യാറാക്കുക. അതോടൊപ്പം സ്കൂൾ വിക്കിയിലേക്ക് ഡിജിറ്റൽ മാഗസിനും തയ്യാറാക്കുമല്ലോ. അപ്പോൾ ഇത് കൂട്ടുകാർ നിങ്ങൾ ചെയ്തു നോക്കുക. ഡിജിറ്റൽ മാഗസിനാണ്. ഇനി ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ചിത്രം തന്നിട്ടുണ്ട്. പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജനപ്രിയ വരകളാണിവ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ നോക്കും. ചിത്രകലയിലെ മഹാപ്രതിഭ, വര, ഛായാചിത്രം, ശില്പകല എന്നിവയിൽ ശ്രദ്ധേയം. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. ജീവചരിത്ര കുറിപ്പ് ഡിജിറ്റലായി തയ്യാറാക്കുമ്പോൾ നമ്പൂതിരി വരച്ച ചിത്രങ്ങളും ഉൾപ്പെടുത്തുമല്ലോ. അപ്പോൾ വരച്ച ചിത്രങ്ങൾ ഒരുപാട് ഗൂഗിളിലുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ജീവചരിത്ര കുറിപ്പ് നമുക്ക് നോക്കാം. കേരളത്തിലെ പ്രശസ്തനായ ചിത്രകാരനും ശില്പിയുമായ KM വാസുദേവൻ നമ്പൂതിരി അഥവാ ആർട്ടിസ്റ്റ് നമ്പൂതിരി 15 സെപ്റ്റംബർ 1925 ജനിക്കുകയും 7 ജൂലൈ 2023 മരണപ്പെടുകയും ചെയ്തു. 2003 രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് ആയിരുന്നു. മലയാളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെ സാഹിത്യ സൃഷ്ടികൾക്ക് നമ്പൂതിരിയുടെ ചിത്രങ്ങൾ പലപ്പോഴും അകമ്പടി തീർക്കാറുണ്ട്. വളരെ ജനപ്രിയമാണ് നമ്പൂതിരിയുടെ വരകൾ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഉറപ്പുള്ള വരകളുള്ളവയും കഥാപാത്രത്തിൻ്റെ രൂപസവിശേഷതകൾ അറിഞ്ഞ് ഭാവങ്ങൾ നിറഞ്ഞവയുമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രകലാ രീതി ധാരാളം പേർ ഇന്ന് അനുകരിക്കുന്നുണ്ട്. ലോഹത്തകിടിൽ ശില്പങ്ങൾ കൊത്തിയെടുത്തുണ്ടാക്കുന്ന ഒരു ശില്പിയുമാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. കഥകളി നർത്തകരെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രശേഖരം ഈ അടുത്ത കാലത്ത് പ്രദർശിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം DC ബുക്ക് പുറത്തിറക്കിയിരുന്നു. ആത്മകഥാംശമുള്ള രേഖകൾ എന്ന പുസ്തകം റെയിൻബോ ബുക്സ് ചെങ്ങന്നൂർ പ്രസിദ്ധീകരിച്ചു. നമ്പൂതിരിയുടെ തിരഞ്ഞെടുത്ത 101 സ്ത്രീ ചിത്രങ്ങൾ നമ്പൂതിരിയുടെ സ്ത്രീകൾ എന്ന പേരിൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ ജീവസുറ്റ ചിത്രങ്ങൾ ആയിരുന്നു അദ്ദേഹം വരച്ചിരുന്നത്. ഓരോ ചിത്രത്തിനും ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന തോന്നക്കത്ത വിധമായിരുന്നു രചന. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ജീവചരിത്ര കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക.
ഇനി ഈ പാഠഭാഗം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് 5ാമത്തെ യൂണിറ്റ് ചെറുതിരിയിൽ തെളിയും വലിയൊരു ലോകം എന്ന പാഠഭാഗമാണ് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സാമിന് ആവശ്യമായിട്ടുള്ള മോഡൽ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമായുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.